ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ്. നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഈ സൈഡ് ഡിഷ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് വാഴക്കയാണ്. വാഴക്ക അല്ലെങ്കിൽ പച്ചക്കായ എന്ന് പറയാം. പച്ചക്കായ ഞാനിവിടെ 2 പച്ചക്കായാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ടയും വേണം. ഇതിപ്പോൾ 2 പച്ചക്കായ എടുത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ കോഴിമുട്ടയുടെ അളവ് അതുപോലെ എടുത്തിരിക്കുന്നത്. കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കോഴിമുട്ടയുടെ അളവും കൂട്ടാവുന്നതാണ്. പച്ചക്കായ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപ്പേരിയുടെ പാകത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ള പച്ചക്കായ നമ്മുടെ ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചക്കായ എല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ടത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാഴക്ക വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പും അതുപോലെ തന്നെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കായ ഒന്ന് വേവിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ മൂടി വെച്ച് തന്നെ നമുക്ക് വേവിക്കാവുന്നതാണ്. ഇപ്പോഴിതാ ഞാൻ മൂടി എടുത്തിട്ടുണ്ട്. പച്ചക്കായൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് എന്താണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്കിതാ ഈ പച്ചക്കായയുടെ ഉപ്പേരിയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നടുവിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന കോഴിമുട്ടയുണ്ടല്ലോ, അത് നമുക്കിതിൻ്റെ നടുവിലേക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ച ഭാഗത്തേക്കൊന്ന് നമുക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഇതാ രണ്ടാമത്തെ കോഴിമുട്ടയും ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് സ്വല്പം 1 മിനിറ്റ് നേരം അതുപോലെ തന്നെ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വാഴയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കോഴിമുട്ടയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. വാഴക്കത്തോരൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കൂടിയും ഈ രീതിക്ക് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നതാണ്. അത്രയ്ക്കും ടേസ്റ്റിയാണ് നമ്മൾ ഈ രീതിക്ക് വാഴക്കത്തോരൻ തയ്യാറാക്കുമ്പോൾ. ഇപ്പോൾ ഇതാ നമ്മളിതിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഇനി ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്ന് നോക്കാം. 2 പച്ചമുളകും 5 ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അതുപോലെ തന്നെ ചെറിയുള്ളി ഞാൻ 5 ചെറിയുള്ളിയാണ് കേട്ടോ തൊലി കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി അല്ലി, അതുപോലെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് സ്വല്പം ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഒരു ചമ്മന്തി പരുവത്തിൽ നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഈ തേങ്ങ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വാഴക്ക തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ വാഴയ്ക്കും അതുപോലെ തന്നെ കോഴിമുട്ടയും അതുപോലെ തന്നെ തേങ്ങയുടെ മിക്സും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളകൊക്കെ ഇതിൽ ചതച്ചിട്ട് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് സ്വല്പം ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ച് അളവിൽ നല്ല ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ തേങ്ങയുടെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ കറിവേപ്പില പിന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എപ്പോഴും നമ്മുടെ തോരന് പ്രത്യേക ടേസ്റ്റ് തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില കഴുകിയിട്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വാഴക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. വാഴക്ക മുട്ടത്തോരനാണ്. വാഴക്കത്തോരൻ കഴിക്കാത്തവർ പോലും ഈ രീതിക്ക് ചെയ്താൽ വാഴക്കത്തോരൻ കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ വാഴക്കത്തോരൻ ഈ രീതിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ജസ്റ്റ് അതിലേക്കൊന്ന് വറവ് താളിച്ചിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ. അതിലേക്ക് കുറച്ച് കറുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേണമെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അതുപോലെ തന്നെ വെളിച്ചെണ്ണയും
ഒന്നും പറ്റാത്തവർക്കാണെങ്കിൽ, അതിപ്പോൾ കൊളസ്ട്രോൾ പേഷ്യൻറ്റിനൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഴക്ക എഗ്ഗ് തോരൻ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വാഴക്കത്തോരൻ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്